അസ്സലാമു അലൈക്കും. അമാനി മൗലവി തഫ്സീർ വായന ഭാഗം 18. മുസ്ഹഫിൽ സൂറത്തുകൾ ക്രമപ്പെടുത്തിയത് അവയുടെ അവതരണക്രമം അനുസരിച്ചായിരുന്നില്ല. ഇന്നിന്ന സൂറത്തുകൾക്ക് ശേഷം അല്ലെങ്കിൽ മുമ്പ് ഇന്നിന്ന സൂറത്തുകൾ മാത്രമേ പാരായണം ചെയ്യാവൂ എന്ന് ഒരു നിർദ്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഉത്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിളംബരത്തിന് ശേഷവും കുറേ കാലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു താൻ എഴുതി സൂക്ഷിച്ചിരുന്ന ക്രമം കൈവിടാതെ പാരായണം ചെയ്തിരുന്നത്. ഉത്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശം എല്ലാ സ്വഹാബികളും സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ കൃത്യം അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും താൻ അത് ചെയ്യുമായിരുന്നുവെന്ന് അലി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുക പോലും ഉണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെയും പിന്നീട് ആ അഭിപ്രായം ശരിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ പാഠം നോക്കാറുണ്ടായിരുന്നു. തിരുമേനിയുടെ വിയോഗമുണ്ടായ കൊല്ലത്തിൽ മലക്ക് വന്ന് 2 പ്രാവശ്യം അങ്ങനെ ഒത്തുനോക്കിയിരുന്നു. ഈ അവസരങ്ങളിൽ സൂറത്തുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു ക്രമം സ്വീകരിക്കപ്പെട്ടിരുന്നുവെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് സൂറത്തുകളുടെ ക്രമീകരണവും ആയത്തുകളുടെ ക്രമീകരണം പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് കാട്ടിക്കൊടുത്തിരിക്കുമെന്നും ആ ക്രമീകരണം തന്നെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിരുന്നുവെന്നാണ് മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും പാരായണ വേളയിലും പഠിക്കുമ്പോഴും മുസ്ഹഫുകളിൽ കാണുന്ന ഈ ക്രമമനുസരിച്ച് തന്നെ സൂറത്തുകൾ വഴിയായി ഓതുന്നതാണ് ഏറ്റവും നല്ലത് എന്നതിൽ സംശയമില്ല. പക്ഷേ ഇത് ഒഴിച്ചുകൂടാത്ത ഒരു നിർബന്ധ കടമയല്ല. അതേസമയത്ത് ഓരോ സൂറത്തിലെയും ആയത്തുകൾ മുസ്ഹഫിൽ നാം കാണുന്ന വഴിക്കു ക്രമത്തിൽ തന്നെ സ്വീകരിക്കൽ നിർബന്ധവുമാകുന്നു. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായവും സൂക്ഷ്മജ്ഞാനികളായ പല മഹാന്മാരും ബലപ്പെടുത്തിയിട്ടുള്ളതും ഇപ്പറഞ്ഞ പ്രകാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരങ്ങളിൽ സ്വീകരിച്ചു വന്നിരുന്ന പതിവുകൾ പരിശോധിക്കുമ്പോഴും ഈ അഭിപ്രായമാണ് ശരിയെന്ന് കാണാവുന്നതാണ്. മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ഇതുതന്നെ. മാത്രമല്ല, ആ ക്രമം മാറ്റി മറ്റൊരു ക്രമം സ്വീകരിക്കുന്നത് പല അനർത്ഥങ്ങൾക്കും കാരണമായി തീരുന്നതുമാകുന്നു.